അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് യാഥാർത്ഥ്യമാക്കുന്നതിനായി 7.5 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയതായി അഡ്വക്കേറ്റ് രാജ എം.എൽ.എ. പറഞ്ഞു. കാത്തുലാബിനായി കെട്ടിടം പണികഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉപകരണങ്ങളടക്കം എത്തിച്ച് കാത്തുലാബ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ 9.5 കോടിയോളം രൂപ വേണമെന്നിരിക്കെയാണ് ഇപ്പോഴത്തെ സർക്കാർ ഇടപെടലെന്നും എം.എൽ.എ. വ്യക്തമാക്കി. കാത്തുലാബിന്റെ പ്രവർത്തനത്തിനായി ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റിന്റെ പുതിയ തസ്തിക അനുവദിക്കുന്ന കാര്യത്തിലും തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതായും എം.എൽ.എ. പറഞ്ഞു. ദീർഘനാളത്തെ ആവശ്യമായിരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ 2018 ഗവൺമെൻറ് പ്രഖ്യാപിച്ച കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി പണി പൂർത്തീകരിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളാണ് നിർവഹിച്ചത്. ആ നിർവഹിച്ച കൂട്ടത്തിൽ നമുക്കേവർക്കും സന്തോഷം തരുന്നൊരു വിഷയമാണ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാത്ത് ലാബിന് വേണ്ടി കെട്ടിടം നേരത്തെ അനുവദിച്ച തുക കൊണ്ട് നമ്മൾ പണി പൂർത്തീകരിച്ചെങ്കിലും കുറച്ച് ഉപകരണങ്ങൾ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ തോതിൽ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഏകദേശം 9.5 കോടി രൂപയോളം വേണമെന്നാണ് കണ്ടിരുന്നത്. ആ ഫണ്ട് കണ്ടെത്തേണ്ട ഒരു പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇടുക്കി പാക്കേജിൽ നിന്ന് തുക അനുവദിച്ച് ഇടുക്കിയിൽ നിന്ന് അംഗീകാരം കിട്ടി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് വേണ്ടി അയച്ചു കൊടുത്തിരുന്നു. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ദിവസം അടിമാലിയിൽ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി 7.5 കോടി രൂപ അറിയിച്ചുകൊണ്ട് 7.5 കോടിയുടെ അംഗീകാരം നൽകിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട്. അതുമാത്രമല്ല, അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. പുതിയ തസ്തിക തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കായി കാർഡിയോളജിൻ്റെ തസ്തിക സൃഷ്ടിക്കുമെന്നും കൂടെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളേവരും ഒത്തിരി നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും, ഇത് ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയ മുഴുവൻ ആളുകൾക്കും എൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും.